പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ പുതിയ ഫ്രൂട്ട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട്, വർഷ തൈകൾ. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് റംബുട്ടാൻ, വലിയ കവർ 10-14 റംബുട്ടാൻ വന്നിട്ടുണ്ട്. ഇത് കുരുവില്ലാത്ത റംബുട്ടാനാണ്, അങ്ങനത്തെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. അതിന് സാധാരണ 8-10 കവറിലുള്ള റംബുട്ടാനുണ്ട്. ഇത് സാധാരണ റംബുട്ടാൻ, NAT എന്നുള്ള റംബുട്ടാനാണ് ഇത്. പിന്നെ അബിയു, ഇത് അബിയു ആണ്. അബിയു ഉണ്ട്. പേരാപ്പിള് ചുവന്ന പേരാപ്പിൾ വന്നിട്ടുണ്ട്, ചുവപ്പ് കളർ, റെഡ് കളറുള്ളത്. പിന്നെ ഞാവലുണ്ട്, വൈറ്റ് ഞാവൽ, ഇത് വൈറ്റ് ഞാവലാണ്. പിന്നെ ആത്ത റെഡ് ഉണ്ട്, ഇത് ഉണ്ടോ, റെഡ് കളറുള്ള ആത്തയുണ്ട്, സാധാരണ ആത്തയുണ്ട്. ഇത് റംബുട്ടാൻ്റെയാണ്, ഇത് റംബുട്ടാൻ. പിന്നെ അബിയുവിൻ്റെ ചെറിയ അബിയു ഉണ്ട്, ചെറിയ റേറ്റിനുള്ളത്. ഇതെല്ലാം റംബുട്ടാൻ്റെ NATയുടെ 8-10 കവറിൻ്റെ റംബുട്ടാനാണ്. പിന്നെ വേറെ മാവുകളാണ്. മാവുകൾ കുറേ ഐറ്റം വന്നിട്ടുണ്ട്. ഇത് ഹിമസാഗർ എന്ന് പറഞ്ഞ ഒരു ഇനത്തിൽപ്പെട്ട മാവാണ്, ഹിമസാഗർ. പിന്നെ ഇത് കാട്ടിമോൻ എന്ന് പറഞ്ഞിട്ട്, കട്ടിമോൻ ആ ഇനത്തിൽപ്പെട്ട. ഇത് ധാരാളം അന്വേഷണമുള്ളൊരു വെറൈറ്റി മാവാണ്, ഇഷ്ടംപോലെ ആൾക്കാർ അത് ചോദിച്ച് വാങ്ങുന്നതാണ്. ഇത് കാലാപ്പാടി ഇനത്തിൽപ്പെട്ട മാവ്, കാലാപ്പാടി. പിന്നെ ഇത് വരുന്നത് നമ്മുടെ പമീർ മാങ്ങ എന്ന് പറഞ്ഞതാണ് ആ ഇനത്തിൽപ്പെട്ടത്. ഈ കസ്തൂരി ഇനത്തിൽപ്പെട്ട മാവ് കണ്ടോ. കസ്തൂരിയുടെ അതിൻ്റെ കളർ തന്നെ കൂമ്പൊക്കെ വരുമ്പോൾ അതിന് കറുപ്പ് കളറാണ്. അതാണ് കസ്തൂരിയുടെ ഒരു ഇനത്തിൻ്റെ ഇത് കട്ടിമോൻ്റെ വേറൊരു ഇതാണ്. പിന്നെ നമ്മുടെ അടുത്ത് ഈ നമ്മുടെ മക്കഡാമിയയുടെ തൈ നമ്മുടെ അടുത്തുണ്ട്. മക്കഡാമിയ ഇത് നമ്മുടെ എയർപോർട്ടിൽ വെച്ച തൈകളാണ്. ഇതൊക്കെ ഒരു വർഷമായില്ല, അടുത്ത വർഷം പൂ ഇടും. പിന്നെ സൂപ്പർ കീൻ മാവാണ് ഇത്, സൂപ്പർ കീൻ. എല്ലാം നല്ല ചെടികളാണ്, നല്ല വളർച്ചയുള്ള, നല്ല ഗ്രോത്തുള്ള ചെടി. ഇത് നാംഡോക്കിമായി എന്നുള്ള മാവ്. ഇത് നല്ല അന്വേഷണമുള്ളൊരു സൈസ് മാവാണ്, ഇനത്തിൽപ്പെട്ട മാവാണ് നാംഡോക്കിമായി. ധാരാളം അന്വേഷണമുണ്ട്. ഇത് ഓൾ സീസണാണ്, ഓൾ സീസൺ. ഇതും കാട്ടിമോൻ്റെ മാവാണ്. കാട്ടിമോൻ്റെ കുറേ അന്വേഷണമുള്ള കുറച്ച് കൂടുതൽ തൈകൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മൂവാണ്ടൻ്റെ മാവാണ്, മൂവാണ്ടൻ പോയിട്ട് ബ്ലാക്ക് റോസ് എന്ന് പറയും, മൂവാണ്ടല്ല ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വെറൈറ്റിയാണ്. ഇത് പ്രിയൂർ മാവ്, പ്രിയൂറിൻ്റെ മാവ്, ഇത് ചക്കരക്കുട്ടി എന്ന് പറഞ്ഞ്, ചക്കരക്കുട്ടി. അതിൻ്റെ മാങ്ങ നല്ല മധുരമായിരിക്കും, ചക്കരക്കുട്ടി എന്ന് പറഞ്ഞ്, ചക്കരക്കുട്ടി. കുറ്റ്യാട്ടൂറിൻ്റെ ഉണ്ട്. കുറ്റ്യാട്ടൂർ നമ്മുടെ ഇവിടെ മലബാറിലൊക്കെ കൂടുതലായിട്ട് കൃഷി ചെയ്യപ്പെടുന്നൊരു മാവാണ് കുറ്റ്യാട്ടൂർ മൂവാണ്ടെന്നൊക്കെ പറഞ്ഞ് കുറ്റ്യാട്ടൂർ. ഇത് ഓൾ സീസൺ തായ്ലൻഡ് മാവാണ്. ഇത് നീലം ഇനത്തിൽപ്പെട്ട മാവാണ്. ഇത് ഫുള്ള് മൂവാണ്ടൻ നല്ല അന്വേഷണമുണ്ട്, ധാരാളം ആൾക്കാർ വെക്കുന്നതാണ്. മൂവാണ്ടൊരു പ്രത്യേകത പറഞ്ഞാൽ സാധാരണ മറ്റു മാവ് പൂക്കുന്നതിന് മുമ്പ് മൂവാണ്ടൻ മാങ്ങയാവും. അതാണ് മൂവാണ്ടൻ്റെ പ്രത്യേകത. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഇത് മല്ലിക ഇനത്തിൽപ്പെട്ട മാവാണ്. ഇതെല്ലാം മല്ലിക ഇനത്തിൽപ്പെട്ടതാണ്. ഇത് നേരത്തെ കാണിച്ച നമ്മൾ കസ്തൂരി എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട കണ്ടോ, അതിൻ്റെ കൂമ്പെല്ലാം നല്ല കറുപ്പ് കളറാണ്, നല്ല ടേസ്റ്റുള്ള പഴമാണ്. അതുപോലെ തന്നെ ഇത് കുറ്റ്യാട്ടൂർ മാവിൻ്റെ തന്നെ മാവാണ്. ഇത് മിയാസാക്കി എന്ന് പറഞ്ഞ വെറൈറ്റി. മിയാസാക്കിയും ധാരാളം ആൾക്കാർ അന്വേഷിച്ച് വരുന്നൊരു മാവാണ് മിയാസാക്കി. അത് ആ ഇനത്തിൽപ്പെട്ട ഒരു മാവ് മിയാസാക്കി. ഇത് നമ്മൾ കണ്ണിമാങ്ങയുടെ അതിനൊക്കെ നല്ല ബെസ്റ്റായ ചന്ദ്രകാരൻ ഇനത്തിൽപ്പെട്ട മാവാണ്. ഇത് കോട്ടർകോണം ഇനത്തിൽപ്പെട്ട മാവ്. ഇതൊക്കെ ധാരാളം നമ്മളിവിടെ കൃഷി ചെയ്യുന്ന ധാരാളം ആൾക്കാർ അത് പറയുന്ന നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. പിന്നെ ഇത് കുളമ്പിൻ്റെ മാവിൻ്റെ കണ്ടോ, മാവിൻ്റെ ഇലതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു പൊളപ്പ്, ഒരു വാളിൻ്റെയൊക്കെ ഇതുപോലെ ഒരു പൊളപ്പുള്ളൊരു മാവാണ്. ഇത് നാംഡോക്കിയുടെ ചെറിയ മാവ്.
മാവ് ഇതൊക്കെയാണ്. പിന്നെ അപ്പുറത്തുണ്ട് കുറച്ച് കാണിച്ചു തരാം. പ്ലാവ്, ഇത് ഡയങ്സൂര്യ ഇനത്തിൽപ്പെട്ട പ്ലാവാണ്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ട്രെൻഡ് വരുന്ന പ്ലാവാണ് എവർലാക്ക് എന്ന് പറഞ്ഞിട്ട്, എവർലാക്കിൻ്റെ പ്ലാവ്. പിന്നെ കംബോഡിയൻ, ഇത് രണ്ട് ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ് പ്ലാവുകളാണ്. കംബോഡിയൻ, സിദ്ധു, ഇത് ചുവന്ന ചക്ക, സിന്ധുവിൻ്റെ ചക്ക എന്ന ചുവപ്പാണ് സിദ്ധുവിൻ്റെ പ്ലാവ്. പിന്നെ തേമ്പരിക്കയുണ്ട്. കംബോഡിയൻ്റെ ചെറിയ വന്നിട്ടുണ്ട്, ചെറുത് ഉണ്ട്. കംബോഡിയൻ്റെ വലുതുണ്ട് കേട്ടോ, വലിയ 16-16ൻ്റെയൊക്കെ സൈസ് കവറിലുള്ള കംബോഡിയനും വന്നിട്ടുണ്ട്. പിന്നെ പേരയാണ്, പേര കുറേ ഐറ്റം ഉണ്ട് ഇപ്പം. ഇത് അർക്കാക്കിരൺ എന്ന് പറഞ്ഞിട്ട്, അത് നല്ല ഉള്ളിൽ പിങ്ക് കളറാണ് ഇതിൻ്റെ അർക്കാക്കിരൺ. നല്ല ഇതാണ്, നല്ല ചെടികളെല്ലാം. പിന്നെ തായ് പിങ്ക് എന്ന് പറഞ്ഞത്, ഇതിൻ്റെ ഉള്ളിൽ നല്ല പിങ്ക് കളറാണ്. പിന്നെ നമ്മൾ സാധാരണ വലിയ പേരയ്ക്ക, കിലോ പേരയുടെ ഒരു ഇതാണ് കിലോ പേര. ഇതും തായിയുടെ ഒരു ഇനത്തിൽപ്പെട്ട പേരയ്ക്കയാണ്. പിന്നെ വയലറ്റ് പേരയുടെയാണ്, വയലറ്റ് പേര നല്ല ഗ്രാഫ്റ്റ് ചെയ്ത പേരയാണ് വയലറ്റ് പേര. പിന്നെ L49 എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഇതേ തന്നെ ഇപ്പം തന്നെ അതിൻ്റെ മുകളിൽ പേരക്ക പിടിച്ചിട്ടുണ്ട്. L49 എന്ന് പറഞ്ഞിട്ട് ഇത് നല്ല രീതിയിൽ പിടിക്കും. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കൊക്കെ നല്ലതാണ്. ഈന്തപ്പനയുടെ തൈയുണ്ട് നമ്മുടെ അടുത്ത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ചെറുപുഴ ഫാമിൽ ഒരു ഈന്തപ്പന കായ്ച്ച് നിൽപ്പുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ എടുത്ത് നിങ്ങളുടെ മുമ്പ് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഫ്രൂട്ട്സിൽ പെട്ടതാണ് ഇത്, ഷുഗറുകാർക്ക് പറ്റിയ ഒരു മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് മക്കോട്ടദേവ. ഇതിൻ്റെ കായ് പഴുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ അരിഞ്ഞ് ഉണക്കിയിട്ട് നമ്മൾ കുടിക്കുമ്പോൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുക. ഇത് കാലാപ്പാടി എന്ന് പറഞ്ഞ ഒരു ഇനത്തിൽപ്പെട്ട മാവാണ്. ഇത് കാർഷിക സർവകലാശാലയുടെ തൈയാണ്. ഇത് എഫ് ലഡുവ, ഇതൊക്കെ പുതിയൊരു വെറൈറ്റിയാണ്, നമ്മൾ കേൾക്കാത്ത വെറൈറ്റിയാണ്. എഫ് ലഡുവ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതുണ്ട്. ഇത് ബംഗൂറുള്ള എന്ന് പറഞ്ഞിട്ട് ഒരു ഇനത്തിൽപ്പെട്ട മാവാണ് ബംഗൂറുള്ള. പിന്നെ സപ്പോട്ടയുണ്ട് നമ്മുടെ ചെറിയ ഇത് വന്നിട്ട്. പിന്നെ പ്രിയൂറിൻ്റെ മാവുണ്ട് ചെറിയത്, ഇത് പ്രിയൂറിൻ്റെയാണ്, പ്രിയൂറിൻ്റെ മാവ്. ഇതെല്ലാം നമ്മുടെ കാർഷിക സർവകലാശാലയുടെയാണ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ബഡ്ഡി ഗ്രാഫ്റ്റ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന തൈയാണ്. പിന്നെ നമ്മൾക്ക് അറിയാം നമ്മുടെ സപ്പോട്ട, ഇത് ബോൾ ടൈപ്പ് സപ്പോട്ടയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ശീമച്ചക്ക അല്ലെങ്കിൽ കടപ്പ്ലാവ് എന്ന് പറയുന്നത്, ഇത് ലെയറിങ് ആണ്. ഇതിൻ്റെ ചെറുതുണ്ട്, വലുതുണ്ട്. പിന്നെ അതിൻ്റെ ബെഡ് ചെയ്ത തൈയുണ്ട്, അതൊക്കെ ബെഡ് ചെയ്ത തൈയാണ്. ഇത് മുള്ളാത്തയാണ്. മുള്ളാത്തയും പോയിട്ട് ആത്ത ചെടിയുണ്ട്, അതിൻ്റെ പൂവായിട്ടുണ്ട് ഇപ്പം തന്നെ. പച്ച കളറുള്ള ആത്ത സാധാരണ നമ്മൾ മാർക്കറ്റിലൊക്കെ നമുക്ക് ലഭിക്കുന്ന സൈസ് ആത്തയാണ്. പിന്നെ ചെറുനാരകമുണ്ട് നമ്മുടെ അടുത്ത്. അരിനെല്ലി, മറ്റേ സാധാരണ നമ്മൾ തണലിന് ഉപയോഗിക്കുന്ന DV അതുണ്ട്. ലക്ഷ്മീധരമുണ്ട്. അനാറ് വന്നിട്ട് ചെറിയതുണ്ട്, വലുതുണ്ട്. അനാറ്, ബട്ടർഫ്രൂട്ട് ഉണ്ട്. ഇതന്നെ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ബട്ടർഫ്രൂട്ടാണ്. ഇത് നമ്മൾക്ക് സീഡ്ലെസ് ലെമനാണിത്, കുരുവില്ല അതിന്. പിന്നെ നമ്മൾ തായ്ലൻഡ് മാർക്കറ്റ് ലെമൺ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ചെറുനാരകമാണ് തായ്ലൻഡ് മാർക്കറ്റ് ലെമൺ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ തൈ നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു മെക്കഡാമിയയുടെ തൈ, അവിടെ നമ്മൾ എയർപോർട്ടിൽ വെച്ച് അതിൻ്റെ ചെടി ചെയ്ത്. ഇതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്നതാണ് മെക്കഡാമിയ. പിന്നെ ഇത് അനാറിൻ്റെ കുറച്ച് വലിപ്പമുള്ള തൈ. പിന്നെ ബുഷ് ഓറഞ്ച്, സ്വീറ്റായിട്ടുള്ള ബുഷ് ഓറഞ്ച്, അത് മധുരമാണ്. അത് രണ്ടുമുണ്ട്. ഇത് സ്വീറ്റും ഇത് സാധാരണ നമ്മൾ നേരത്തെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പുളിയുള്ളത്. പിന്നെ രക്തചന്ദനമുണ്ട്. ഇത് രക്തചന്ദനം ആണ്. ഇത് രക്തചന്ദനം. കറിവേപ്പുണ്ട്, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പല റേഞ്ചിൽപ്പെട്ട കറിവേപ്പുണ്ട്. നല്ല ചെടികളാണ്, നല്ല. പിന്നെ ഇത് ഞാവൽ ഉണ്ടോ, ഇത് നല്ല ഞാവലാണ്, നല്ല. ഇത് വൈറ്റ് ഞാവൽ. പിന്നെ കറുപ്പ് കളറുള്ളതുണ്ട്, നല്ല.
പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നത് മൾബറി കേട്ടോ. ഇത് മൾബറിയാണ്. ഇത് ബ്രസീലിയൻ മൾബറിയാണ്. ഇത് നല്ല നീളമുള്ള കായുള്ളത് ബ്രസീലിയൻ മൾബറി. പിന്നെ പാകിസ്ഥാൻ മൾബറി എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ഐറ്റം കൂടെ ഉണ്ട്, പാകിസ്ഥാൻ മൾബറി. അതും ഇതിൻ്റെ കൂടെ ഒക്കെ ഉണ്ട്. ഇത് ഞാവൽ കണ്ടോ, നല്ല ഞാവൽ. ഇത് തൈക്കിങ് ഞാവൽ. ഇതൊക്കെ നമുക്കുണ്ട് കേട്ടോ. നമ്മുടെ ഞാവൽ ഇപ്രാവശ്യം ഇത് കാണിക്കാൻ പറ്റിയില്ല. നമുക്ക് ഏകദേശം 1 കിൻഡലോളം പഴങ്ങൾ കഴിഞ്ഞ വർഷം കിട്ടിയതാണ്, ഞാവലിൻ്റെ പഴം. നമ്മൾ നല്ല നെല്ലി, ഇത് റെഡ് നെല്ലി, സാധാരണ നമ്മുടെ നെല്ലി, അങ്ങനത്തെ നെല്ലി ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ചാമ്പയുണ്ട്, പർച്ചേസ് ചാമ്പ, മാങ്കോസ്റ്റിൻ. പിന്നെ നേരത്തെ കാണിച്ചായിരുന്ന ചെറിയ സപ്പോട്ടയുടെ വിവിധ ഇനത്തിൽപ്പെട്ടതുണ്ട്. വേരിക്കേറ്റഡ് ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെയുള്ള സപ്പോട്ടകൾ. ഇതെല്ലാം സപ്പോട്ടയുടെ ഒരു സ്റ്റോക്കാണ് കംപ്ലീറ്റ്. പിന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത പേരയുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ബേറാപ്പിള് എല്ലാ ഐറ്റവും ഉണ്ട്. ഏകദേശം എല്ലാ ഐറ്റം തന്നെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം മഴയുടെ കുറച്ച് ഒരു ഇതുണ്ട്. ഏകദേശം നമ്മൾ 1-2 ആഴ്ചക്കുള്ളിൽ ഇനി സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലോഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെയാണ് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഇതിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മുടെ ഈ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.